ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 28. ഏതു സാഹചര്യത്തിലും സ്തുതിക്കുക. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 25-ാം വാക്യം. എത്യോപ്യയിലേക്കുള്ള ഒരു ഹ്രസ്വകാല മിഷണറി യാത്രയ്ക്കിടെ ഞങ്ങളുടെ ടീം ഒരു പ്രാദേശിക മിനിസ്ട്രിയിൽ നിന്നുള്ള മറ്റൊരു ടീമിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയുണ്ടായി. കഠിനമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവരും അക്ഷരാർത്ഥത്തിൽ കൂമ്പാരത്തിനടുത്ത് താമസിക്കുന്നവരുമായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോയത്. അവരെ കണ്ടുമുട്ടിയത് വളരെ സന്തോഷകരമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് സാക്ഷ്യങ്ങളും പ്രോത്സാഹനജനകമായ വാക്കുകളും പ്രാർത്ഥനകളും പങ്കുവച്ചു. അന്നത്തെ സായാഹ്നത്തിൽ ഞാൻ അനുഭവിച്ച പ്രിയപ്പെട്ട നിമിഷങ്ങളിലൊന്ന്, ഒരു പ്രാദേശിക ടീം അംഗം ഗിറ്റാർ വായിക്കുകയും ഞങ്ങളുടെ പുതിയ സുഹൃത്തുക്കളോടൊപ്പം പ്രകാശമാനമായ ചന്ദ്രന് കീഴിൽ ആരാധന നടത്തുകയും ചെയ്ത സമയങ്ങളായിരുന്നു. എന്തൊരു പവിത്ര നിമിഷങ്ങളായിരുന്നു അത്! അവരുടെ നിരാശാജനകമായ സാഹചര്യത്തിന് നടുവിലും ഈ മനുഷ്യർക്ക് യേശുവിൽ മാത്രം കണ്ടെത്താൻ കഴിയുന്ന പ്രത്യാശയും സന്തോഷവും അനുഭവവേദ്യമായിരുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 16-ൽ മറ്റൊരു അപ്രതീക്ഷിത ആരാധനാ സമയത്തെക്കുറിച്ച് നാം വായിക്കുന്നു. ഫിലിപ്പി പട്ടണത്തിലെ ഒരു ജയിലിലാണ് ഇത് സംഭവിച്ചത്. പൗലോസും ശീലാസും യേശുവിനെ സേവിക്കുന്നതിനിടയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അധികാരികൾ അവരെ അടിക്കുകയും മർദ്ദിക്കുകയും തടവിലാക്കുകയും ചെയ്തു. എന്നാൽ നിരാശയ്ക്ക് വഴങ്ങുന്നതിനു പകരം അവർ തങ്ങളുടെ ജയിൽ മുറിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ജയിലർ ആദ്യം ചിന്തിച്ചത് തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായിരുന്നു. എന്നാൽ തടവുകാർ രക്ഷപ്പെടില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ ദൈവത്തെ ഭയപ്പെട്ടു. അവൻ്റെ കുടുംബത്തിന് രക്ഷ കൈവന്നു. നാം അവനെ സ്തുതിക്കുന്നത് കേൾക്കുന്നതിൽ ദൈവം സന്തോഷിക്കുന്നു. ജീവിതത്തിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും നമുക്ക് യേശുവിനെ ആരാധിക്കാം. ചിന്തിക്കുക, മോശം സമയങ്ങളിൽ പോലും ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും ദൈവം നിങ്ങളെ എങ്ങനെയാണ് പ്രാപ്തമാക്കിയത്? നിങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ ദൈവം എങ്ങനെയാണ് ശ്രദ്ധേയമായ രീതിയിൽ തന്നെ വെളിപ്പെടുത്തിയത്? ദൈവത്തിന് മഹത്വം.